ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ജനറൽ റീഡിംഗ് എടുക്കാം, ജനറൽ ഗൈഡൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഓക്കെ, അതിലുള്ള ഗൈഡൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് അതിൽ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് സിറ്റുവേഷൻ ആയാലും ശരി. ഓക്കെ, ഇന്ന് ഞാൻ സിറ്റുവേഷനെ കുറിച്ച് പറയില്ല. നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങളിന്ന് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അതേത് കാര്യമായാലും ശരി. ഓക്കെ, ഇത് എല്ലാവർക്കും മാച്ച് ആവുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഓക്കെ ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ നിങ്ങളുടെ ഏത് സിറ്റുവേഷനായാലും നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് പറയുന്നത് letter, very nice. Clouds, rider. Wow. ആദ്യം തന്നെ ഇവിടെ നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ച് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ടെൻഷനായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്ന പോലെ. നിങ്ങളുടെ മുമ്പിലൊരു 2 വഴിയായിരിക്കാം. ഇത് ക്രോസ് എന്നാണ്. ഓക്കെ, ഒന്ന് നമ്മൾ കുരിശ്, അതായത് നമ്മൾ താങ്ങുന്ന ഒരു ഭാരത്തിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില വിഷമങ്ങളെ കുറിച്ചായിരിക്കാം. അതിനേക്കാൾ കൂടുതൽ എനിക്കിത് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനുണ്ട്. നിങ്ങൾ ഏത് വഴി പോകണം മുന്നോട്ട് എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലൊരു ക്രോസ് റോഡ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഏത് വഴിക്ക് പോകണം എന്നൊരു ചിന്ത കൂടി ഉണ്ടാവാം. ആൻഡ് ക്രോസ് ആണ്. യെസ്, അതൊരു ബേർഡനായി നിങ്ങൾക്കൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ഒരുപാട് സ്ട്രെസ്, വിഷമമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഒരു തരത്തിൽ കൂടി പറയാൻ മേ ബി നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ഓക്കെ, കാരണം നമ്മൾ ആക്ച്വൽ ക്രൈസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ എവിടെയോ അല്ലേ നമ്മൾ ചെയ്യാത്ത തെറ്റിന് അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുക എന്ന രീതിക്ക്. ഓക്കെ, സോ മേ ബി എവിടെയോ അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് വന്നു. സോ നിങ്ങൾ കുറച്ച് പേര് അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ക്രൂശിക്കപ്പെടുക എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്ന് പറയില്ലേ, സോ ആ രീതിക്ക് എനിക്ക് പറയുമ്പോൾ എനിക്ക് ഹെവിനെസ് വരുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കാം. എനിവേ, സോ ഇവിടെ അങ്ങനത്തെ ഒരു വിഷമം നിങ്ങളുടെ മുമ്പിലുണ്ട്. മെയിനായിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ലെറ്റർ വരും. ഓക്കെ, നിങ്ങൾക്കൊരു ലെറ്റർ, ഇൻഫർമേഷൻ, ന്യൂസ്, മെസ്സേജ് എന്ന രീതിക്കാണ് കാണുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു ശരിക്കും ഒരു ലെറ്റർ വരുന്ന കാര്യമായിരിക്കും. ലെറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മേ ബി അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കാര്യമായിരിക്കാം, ജോലിയുടെ ഓഫർ ആയിരിക്കാം, പേഴ്സൻ്റെ ഒരു മെസ്സേജ് ആയിരിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സൻ്റെ മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒരു മെസ്സേജ് ആയിരിക്കാം. എന്തായാലും ഇവിടെ ഒരു ലെറ്റർ എന്ന് പറയുമ്പോൾ മെസ്സേജ് എന്ന രീതിക്കാണ്. ആൻഡ് റൈഡറും ഉണ്ട് ഇവിടെ. സോ യെസ്, ഒന്നുമില്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. 2 തരത്തിലും എടുക്കാം. അഗൈൻ ഇവിടെ ഒരു ന്യൂസ് വരും, ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടും. നിങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത കിട്ടാനുള്ള ഒരു കാര്യമായിരിക്കാം. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആവാൻ തുടങ്ങും അല്ലേ. കാരണം ഇവിടെ ക്ലൗഡ്സ് ഉണ്ട്. ക്ലൗഡ്സ് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. നമ്മുടെ മുമ്പിൽ ക്ലിയർ അല്ല, കാര്യങ്ങൾ തെളിഞ്ഞ് കാണുന്നില്ല. സ്റ്റോം എന്ന രീതിക്ക് ഒരു കൊടുങ്കാറ്റിൻ്റെയൊക്കെ ഒരു പ്രതീതി വരുന്ന രീതിക്കാണ് കാണുന്നത്. നല്ല കാറ്റും മഴയൊക്കെ വരാനുള്ള ഒരു സാധ്യത പോലെയാണ്. പക്ഷേ അതിന് ഈ ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം അത്. ഓക്കെ, എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ്റെ കാര്യമായിരിക്കാം, ഓക്കെ, ജോലിയുടെ കാര്യമായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. സോ അതിവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലൗഡ്സ് ഒക്കെ മാറി വരും. ഓക്കെ, അതായത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വരുന്ന ന്യൂസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന രീതിക്കായിരിക്കാം. ആൻഡ് അതിനുശേഷം മേ ബി നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്ന രീതിക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്ന രീതിക്കാണ് കാണുന്ന. റൈഡർ എന്ന് കാണുന്നുണ്ട്. ഇതും ആക്ച്വലി ഒരു മെസ്സഞ്ചർ എന്ന രീതിക്ക് നമ്മൾ വിളിക്കാറുണ്ട്. സോ മേ ബി അഗെയിൻ ഇവിടെ ഒരു മെസ്സേജ് എനർജി എനിക്ക് വളരെ സ്ട്രോങ് ആണ്. സോ മേ ബി ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഈ ഒരുപാട് സ്റ്റോമിൻ്റെ ഇടയിലും ചിലപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് വരും, അതായത് ഒരു വെളിച്ചത്തിൻ്റെ ഒരു ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ. സോ അതുമാവാം. ഓക്കെ, മേ ബി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചില മെസ്സേജസ് ആണ് ഇത് മെയിൻ വരുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ഒന്ന്, ഇതിപ്പോൾ ആരെങ്കിലും കൊണ്ടുവരുന്ന മെസ്സേജ് ആയിരിക്കാം, ആരെങ്കിലും അയക്കുന്ന മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, വല്ല ഒഫീഷ്യൽ ലെറ്റർ, ഡോക്യുമെൻ്റ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ജോലിക്കാണെങ്കിൽ, പഠിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ആയാലും ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ഇപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ്, ജസ്റ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ, അപ്പോൾ അതിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്ന രീതിക്കാണ്. സോ മെയിൻലി ഈ ഒരു കൺഫ്യൂഷൻ നീങ്ങി വരുന്ന ഒരു കാര്യമാണ് ഏറ്റവും അധികം കാണുന്നത്. ആൻഡ് അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഈ ഒരു പ്രശ്നവും മാറും. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കിട്ടുന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ്, ഒരു പേഴ്സൺ, ഒരു വ്യക്തി, ഒരു സംതിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ആ മെസ്സേജ് നിങ്ങൾക്ക്
ക്ലാരിറ്റി കൊണ്ടുവരും. ഓക്കെ, അത് വന്ന ശേഷം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കാം. നിങ്ങളൊരു യാത്ര പോകുന്ന കാര്യം, സോ മേ ബി യെസ് ഒരു മാറ്റം എന്ന രീതിക്കായിരിക്കാം, സ്ഥലം മാറ്റം, ജോലി മാറ്റം, അല്ലെങ്കിൽ ജസ്റ്റ് റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഒരു യാത്ര പോവാം. ഓക്കെ, കുറച്ച് പേർക്ക് സ്ഥലം അങ്ങനെ എന്തുമാവാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന രീതിക്കും എടുക്കാം. കുറച്ച് കാര്യങ്ങളൂടെ എടുത്തേക്കാം. വുമൺ ഉണ്ട്, സ്കൈത്ത്, സൈത്ത്. ഓക്കെ, ഞാൻ ആ കാർഡ് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഈ കാർഡ് കാണുമ്പോൾ ഇത് ശരിയാണ്, നമ്മൾ പറയുന്നത് കുരിശ് എന്ന രീതിക്കാണ് നമ്മൾ എടുക്കാറ്. ഓക്കെ, ഒരു ബേർഡൻ, ഒരു ഭാരം എന്ന രീതിക്കാണ്. പക്ഷെ എവിടെയോ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് വരുന്ന രീതി കൂടി എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ അഗൈൻ ഇവിടെ ക്രോസ് റോഡ് നമുക്ക് വന്നു. സേസ് നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ്റെ പീരീഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ഏത് വഴിക്ക് പോകണം, എന്ത് തീരുമാനം എടുക്കണം, നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ 2 വഴിയുണ്ട്. ആ 2 വഴിയിൽ ഏത് വേണം, നിൽക്കണോ, പോകണോ, മാറണോ, വേണ്ടേ, ഈ കാര്യം ചൂസ് ചെയ്യണോ, ആ കാര്യം ചൂസ് ചെയ്യണോ, ഈ വ്യക്തിയെ ചൂസ് ചെയ്യണോ, മറ്റേ വ്യക്തിയെ ചൂസ് ചെയ്യണോ, ഈ ജോലി വേണോ, മറ്റേ ജോലി വേണോ, അല്ലെങ്കിൽ പഠിക്കണോ, ജോലിക്ക് പോകണോ, വോട്ടെവർ, എന്ത് കാര്യം എടുത്താലും ശരി, നിങ്ങളുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഞാൻ എടുക്കണോ വേണ്ടേ, അതും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഞാൻ എന്തെങ്കിലും ചെയ്യണോ അതോ മിണ്ടാതിരിക്കണോ, അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ വുമൺ എന്ന് കാണുന്നുണ്ട്. സോ ആക്ച്വലി മേ ബി റിലേറ്റഡ് ടു ഇത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിർബന്ധമില്ല. അല്ലെങ്കിൽ ഇവിടെ ഒരു ലേഡി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയാം. ഓക്കെ, ഒരു ഹെൽപ്ഫുൾ, ഇതൊരു നല്ല കാർഡാണ് വുമൺ എന്ന് പറയുന്നത്. മെയിൻ ഒരു നല്ല കാർഡ് തന്നെയാണ്, പോസിറ്റീവാണ്. സോ യെസ്, ഒരു മേ ബി നിങ്ങളുടെ ലൈഫിലുള്ള ഏതെങ്കിലും ലേഡീസ് നിങ്ങളെ ലേഡീസ് ആവണമെന്നില്ല, മീൻസ് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി, ഓക്കെ, നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ്. അവർ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു വഴി കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യങ്ങൾ വ്യക്തമാക്കാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ലേഡി വരാനുള്ള സാധ്യതയാണ്. ലേഡി ആവണം നിർബന്ധമില്ല. അഗൈൻ ഓക്കെ, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ബട്ട് എവിടെയോ ഒരു കെയറിങ് വ്യക്തി എന്ന രീതിക്ക് മനസ്സിലാക്കുക. ഒരു അതിപ്പോൾ ജെൻസും ആവാം. ഓക്കെ, അഗൈൻ ഇവിടെ സ്കൈത്ത് പറയുമ്പോൾ നമ്മളെല്ലാം വെട്ടി ക്ലീൻ ചെയ്യുന്ന തരത്തിലാണ്. ഓക്കെ, എല്ലാം നമ്മൾ കളയൊക്കെ പറിച്ച് കളഞ്ഞ് ഈ അരിവാൾ പോലെയുള്ള ഒരു സാധനമാണ് ഈ സ്കൈത്ത് എന്ന് പറയുന്നത്. സ്കൈത്താണോ വോട്ടെവർ പ്രൊനൗൺസിയേഷൻ ഒന്നും എനിക്കും അറിയില്ല. എനിവേ, ഇത് പറയുന്ന അരിവാളിനെയാണ്. ഓക്കെ, അപ്പോൾ അരിവാൾ വെച്ച് നമ്മളെല്ലാം അല്ലേ കളയും, ഇതൊക്കെ പറിച്ച് വെട്ടിക്കളഞ്ഞ് നമ്മുടെ നല്ലതല്ലാത്ത എനിക്ക് വെട്ടിക്കളയുക എന്ന രീതിക്കുള്ളതാണ്. സോ അതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. ഓക്കെ, മീൻസ് അങ്ങനെയൊക്കെ വെട്ടിക്കളയുമ്പോഴത്തേനും ഇപ്പോൾ നമ്മളൊരു വഴി തെളിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം കുറേ ഇപ്പോൾ ഇയാളിങ്ങനെ ഹോളിൽ കൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ കാര്യങ്ങൾ അയാൾ വ്യക്തമായിട്ട് അറിയുന്ന രീതിക്ക് കണക്കാക്കാം. സോ യെസ്, ഇവിടെ നിങ്ങൾക്ക് ഒരു തെളിഞ്ഞു വരും, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വരും. ആൻഡ് ഇവിടെ അഗൈൻ നിങ്ങൾക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കും എന്ന രീതിക്കാണ്. ഓക്കെ, ആക്ച്വലി ഫൈനൽ കാർഡ് ഇവിടെ ഗാർഡൻ എടുക്കാം. ഓക്കെ, ഗാർഡൻ പറയുമ്പോൾ ഇത് നമ്മൾ ഒരു സന്തോഷം വരുന്ന രീതിക്കാണ്. ഈ കൺഫ്യൂഷന് ശേഷം ഓക്കെ നിങ്ങൾക്കൊരു സന്തോഷം, ഇത് ആക്ച്വലി ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഓക്കെ, ഇത് ഇവിടെ തുടക്കം, ഇത് എൻഡിങ്. ഓക്കെ, ഇവിടെ ഗാർഡൻ കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റ്, ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കും. അതൊരു നല്ല തീരുമാനമായിരിക്കും. എന്താ നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരും എന്ന രീതിക്കാണ് കാണുന്നത്. സോ എവിടെയോ ഇത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി. ആൻഡ് ഇവിടെ അഗെയിൻ ക്ലൗഡ്സ് ഒക്കെ മാറി. ഓക്കെ, ഇവിടെ സ്റ്റോമും ക്ലൗഡ്സും ഒക്കെ ആയിരുന്നു, മഴമേഘം അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ബട്ട് ഇവിടെ നോക്കൂ, തെളിഞ്ഞ ആകാശം, ആൻഡ് കുറച്ച് സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട്, നല്ലൊരു വെളിച്ചം വരുന്നുണ്ട് അല്ലേ. അവിടെ എല്ലാവരും കൂടി ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരു സെലിബ്രേഷൻ എന്ന രീതി കാണുന്നുണ്ട്. സോ ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്ന രീതിക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ കുറച്ച് സമാധാനമായിട്ടിരിക്കുന്ന രീതിക്ക്. ഓക്കെ, ഇതിന് നിങ്ങളോട് പറയുന്ന 2 കാര്യം. ഒന്ന്, യെസ് ഒരു മെസ്സേജ് വരാനുണ്ട്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്നാണ്. ആൻഡ് ആ മെസ്സേജ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും. ആൻഡ് ഒരു ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനുണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഏഞ്ചൽ തെറാപ്പി ഒറാക്കിൾ ആണ്. ഫെയറീസ്, ഓക്കെ, ഗോഡ് ബോക്സ്, ബി വില്ലിങ് ടു ഫർഗിവ്. ഓക്കെ, വാക്യൂം അവേ ഫിയർ ഉണ്ട് ഇവിടെ. ഞാൻ പറയാം, വേണം തോന്നിയാൽ ഞാൻ കുറച്ചുകൂടി എടുക്കാം. വാക്യൂം അവേ ഫിയർ എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ, സ്ട്രെസ്സ്, പേടികളുണ്ടാവും. ഓക്കെ, അതിനെ എടുത്ത് മാറ്റൂ എന്നാണ് പറയുന്നത്. Call upon Archangel Michael and Raphael to lift fear-based energy from you, your surroundings, the situation, and everyone involved.
നിങ്ങളുടെ മനസ്സിലായാലും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ മനസ്സിലായാലും ഉള്ള നെഗറ്റിവിറ്റി, ഫിയേഴ്സ്, പേടികൾ അതൊക്കെ എടുത്തു മാറ്റാൻ നിങ്ങൾ ആർക്കേഞ്ചൽ മൈക്കിളിനോട്, റാഫേലിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ വിളിച്ചോളൂ, ഒരു തെറ്റില്ല. നമ്മൾ പറയുന്നത് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം എന്ന രീതിക്ക് പറയുന്നു എന്ന് മാത്രം, ഗോഡ്, ഏഞ്ചൽസ് എന്ന രീതിക്ക് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വിശ്വാസം അങ്ങനെ ചെയ്യാം. ഓക്കെ, പ്രാർത്ഥിക്കാം. പേടികൾ മാറ്റിയെടുക്കാൻ, നിങ്ങൾക്ക് ധൈര്യം കൊണ്ടുവരാൻ, നിങ്ങൾക്കായാലും നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കായാലും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും സ്ട്രെസ്ഡ് ഔട്ട് ആവും അല്ലേ, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും, എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. സോ അത് കൂടുതൽ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് സമാധാനമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാൻ തന്നെ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഫെയറീസ് ഉണ്ട്. യു ഹാവ് എ സ്ട്രോങ് ബോണ്ട് വിത്ത് ദ ഫെയറീസ് ആൻഡ് യുവർ ലൈഫ് പർപ്പസ് ഇൻവോൾവ്സ് ഹെൽപ്പിംഗ് മദർ നേച്ചർ എന്ന് പറയുന്നുണ്ട്. സോ ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു പർപ്പസ് തന്നെ ഉണ്ട് ലൈഫിൽ, ദാറ്റ് മദർ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ. അതായത് മദർ നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ആയിരിക്കാം, അനിമൽസ് ആയിരിക്കാം, ജസ്റ്റ് എൻവയറമെൻറ്റ്, അങ്ങനത്തെ പല കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലതാണ്. ജസ്റ്റ് വേറെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കുറച്ച് ഗാർഡനിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഗാർഡൻ കണ്ട പോലെ ഓക്കെ, ഒരു ലേക്കിൻ്റെ സൈഡിൽ, മരങ്ങളുടെ ഇടയിൽ, പൂക്കളുടെ ഇടയിൽ, കാടിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാനൊക്കെ ശ്രമിക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇവിടെ ഫെയറീസ് ഉണ്ട് നിങ്ങളുടെ കൂടെ എന്നും പറയുന്നുണ്ട്. ഫെയറീസ് ആർ പ്രൊട്ടക്റ്റിംഗ് യു. ഓക്കെ, സോ ആ ഫെയറീസ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊരു അഷുറൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഗോഡ് ബോക്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു മെത്തേഡാണ്, ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഗോഡ് ബോക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ റൈറ്റ് എനി വറീസ്, concerns or desires on a piece of paper that you put into a special container called a God box as a way of letting go and allowing the divine to help you. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവരും ഒരു ബോക്സ് എടുക്കാം. ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ബോക്സും ആവാം. ജസ്റ്റ് കാർഡ്ബോർഡ് ബോക്സ്, സാധാ വീട്ടിൽ എന്തെങ്കിലും വാങ്ങിയതിൻ്റെ ബോക്സ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഷൂ ബോക്സ്, എന്ത് തന്നെയായാലും, പെൻസിൽ ബോക്സോ എന്ത് ബോക്സോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതെടുത്തോളൂ. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്നതോ പഴയതോ വട്ടെവർ ഒരു ബോക്സ് നിങ്ങൾ എടുക്കാം. ആൻഡ് അത് നിങ്ങൾക്കായിട്ട് അതിനെ മാറ്റി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം, ഓക്കെ, നിങ്ങളുടെ ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ, ഓക്കെ, ഈവൻ നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ ഫിയേഴ്സ്, നിങ്ങളുടെ ടെൻഷൻ, നിങ്ങൾക്ക് എന്താണ് ഇല്ലാത്തത് എന്നെന്തെങ്കിലും ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത്, നിങ്ങൾക്ക് പേടികൾ തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം, ഓക്കെ, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് എന്ത് തോന്നിയാലും അതിനെ നിങ്ങളൊരു പേപ്പറിൽ എഴുതാം. ഓക്കെ, ആ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് എഴുതുക. വലിയ പേപ്പറാവോ ചെറിയ പേപ്പറാവോ നിങ്ങളെടുത്ത് എഴുതുക. ആ എഴുതിയിട്ട് അതിനെ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്ന പോലെ ആ ബോക്സിലിട്ട് അടച്ചു വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്ന, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് ദൈവത്തിൻ്റെ ബോക്സാണ്. ഓക്കെ, ദൈവത്തിനോട് സംസാരിക്കാനുള്ള ഒരു ബോക്സാണത്. അതിൽ നമ്മൾ ലെറ്റർ നോക്കൂ, ലെറ്റർ കണക്ഷൻ വന്നു ഇപ്പോൾ. സോ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. സോ നിങ്ങൾ ദൈവത്തിനുള്ള ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. അപ്പം നിങ്ങൾ ലെറ്റർ എഴുതാം, ആ ബോക്സിലിട്ട് നിങ്ങൾ അടച്ചു വെക്കാം. ഓക്കെ, അടച്ചു വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് നിങ്ങൾ ദൈവത്തിന് കൊടുത്തു, സമർപ്പിച്ചു എന്ന രീതിക്ക് നിങ്ങൾക്ക് കണക്കാക്കാം. ഓക്കെ, ആൻഡ് ഇതിൽ വേറൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, മറ്റേ ഫുൾ മൂൺ, ന്യൂ മൂൺ അങ്ങനെ വല്ലതും വരുന്ന സമയത്ത് ഇതിനൊക്കെ എടുത്ത് നിങ്ങൾ കത്തിച്ച് കളയും. ഓക്കെ, അതെൻ്റെ ഒരു സജഷനാണ്. കാരണം നെഗറ്റിവിറ്റി എപ്പോഴും ഞാൻ പറയാറുണ്ട് ചുറ്റും വെക്കാതിരിക്കുക മാക്സിമം. ഓക്കെ, അന്നൊന്നാൾ കത്തിക്കണം എന്നില്ല, പക്ഷെ ഒന്നിച്ച് വേണമെങ്കിൽ ഒരു ഫുൾ മൂൺ സമയത്ത്. ഓക്കെ, ഫുൾ മൂൺ സമയത്ത് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണചന്ദ്രനായിരിക്കും അല്ലേ. ആ പൂർണ്ണചന്ദ്രൻ്റെ ദിവസം നമ്മൾ അതിന് ശേഷം എന്താ വരാൻ പോകുന്നത്, മൂൺ ചെറുതായിട്ടാണ് വരാൻ പോകുന്നത്. സോ ആ സമയത്ത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. ഓക്കെ, അതായത് റിലീസ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അതെടുത്ത് കളഞ്ഞ് അതിങ്ങനെ ചുരുങ്ങി നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം ചുരുക്കി വരാനുള്ള ഒരു അവസരമാണിത്. ഓക്കെ, ആ മൂണിൻ്റെ എനർജിക്കൊപ്പം അതിങ്ങനെ താഴെ പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ആ ഫുൾ മൂൺ സമയത്ത് ഇത് ബേണിംഗ് റിച്വൽ ചെയ്യുക. നിങ്ങൾ ഈ എഴുതിയതിനേക്ക് എടുത്ത് വായിക്കാൻ കൂടി നിൽക്കണ്ട. ഓക്കെ, ഞാനിത് എഴുതിയിരുന്നു, ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരുന്നു, ഇതെടുത്ത് ഞാൻ കത്തിച്ച് അവിടെ ആഷസ് ഞാൻ പുറത്ത് പറപ്പിക്കുക, എന്നിട്ട് അതിന് പുറത്ത് കളയുക. ഓക്കെ, ഇത് ഞാൻ ഫുൾ മൂണൊക്കെ നമ്മൾ സമയത്ത് പറയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ഇതിപ്പോഴേ നിങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങുക. അതായത് ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതിനൊക്കെ ഈ ഗോഡ് ബോക്സിൽ ഇട്ട് വെക്കാം. ആ ബോക്സിൽ നിന്ന് എടുത്ത് ലാസ്റ്റ് ഫുൾ മൂൺ സമയത്ത്, ഐ തിങ്ക് ഇപ്പോൾ ഫുൾ മൂൺ പോയേ ഉള്ളൂ. സോ ഇനി സാരില്ല, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. അടുത്ത ഫുൾ മൂൺ നമുക്ക് ന്യൂ മൂൺ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അട്രാക്റ്റിംഗ് ആണ് കൂടുതലും ചെയ്യേണ്ടത്. അതായത് അമാവാസി സമയത്ത്, അമാവാസി കഴിഞ്ഞാൽ എന്താണ്, മൂൺ വലുതായി വരും അല്ലേ. അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ പറയാൻ പറ്റിയ സമയമാണ്. ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ സമയമാണ് അമാവാസി. ഓക്കെ, അന്ന് തൊട്ട് തുടങ്ങാം. അമാവാസി തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഫുൾ മൂൺ ആകുമ്പോഴേക്കും നമുക്ക് ആഗ്രഹം നമ്മളുടെ അങ്ങനെ വലുതായി വരും എന്ന് പറയാം. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
നല്ലൊരു ഇതാണ് കിട്ടിയത് ഇവിടെ. ബി വില്ലിംഗ് ടു ഫോർഗിവ് ഉണ്ട് ഇവിടെ. ആസ്ക് ദ ഏഞ്ചൽസ് ടു ക്ലിയർ യുവർ മൈൻഡ് ആൻഡ് ബോഡി ഓഫ് പാസ്റ്റ് പെയിൻ ഇൻ എക്സ്ചേഞ്ച് ഫോർ പീസ്ഫുൾനെസ്. ഓക്കെ, സി നമ്മുടെ മനസ്സിൽ എപ്പോഴും ചില വിഷമങ്ങൾ, ടെൻഷനൊക്കെ കിടക്കുന്നുണ്ട്, ആരോടെങ്കിലും ദേഷ്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും, നമ്മളെ വേദനിപ്പിച്ചവരോട്, ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിനോടൊക്കെ നമുക്ക് ആ ഒരു മനസ്സിലൊരു എപ്പോഴും ദേഷ്യം വൈരാഗ്യം എന്നല്ല, പക്ഷെ എന്നാലും ഒരു മനസ്സിലൊരു സങ്കടം എപ്പോഴും കിടക്കും അല്ലേ. ഇതിവിടെ എൻ്റെ ഒരാളുണ്ട്, ആളുടെ സൗണ്ടാണ്, പിന്നെ ഞാൻ അവനെ പിടിച്ച് എൻ്റെ അടുത്ത് ഇരുത്തിയതാണ്, പക്ഷെ ആൾക്ക് വയറ്റല്ല. ഓക്കെ, സോ ഇവിടെ പറയുന്നത് വില്ലിംഗ് ടു ഫോർഗിവ് എന്നാണ്. സോ നിങ്ങളോട് പറയുന്നത് മാപ്പ് കൊടുത്ത് വിട്ടേക്കുക എന്നാണ്. സോറി കേട്ടോ, ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് വേഗം എൻഡ് ചെയ്യാം ഞാൻ, സോറി. ഓക്കെ, സോ വില്ലിംഗ് ടു ഫോർഗിവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് അത് ലെറ്റ് ഗോ ചെയ്യുക, ഓക്കെ, വിട്ട് കളയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വിഷമോ ദേഷ്യമോ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും തോറും അത് നിങ്ങളുടെ ഉള്ളിലാണ് പെയിൻ ഉണ്ടാക്കുന്നത്. മറ്റേ വ്യക്തി ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ അവരെക്കുറിച്ച് തന്നെ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെ ചെയ്തല്ലോ, അത് പറഞ്ഞല്ലോ, അങ്ങനെ ആയല്ലോ, ഇങ്ങനെ ആയല്ലോ, ചിന്തിക്കും തോറും ശരിക്കും എന്താ ചെയ്യുന്നത്, നമ്മൾ ആ നെഗറ്റിവിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവരെ മാപ്പ് കൊടുത്ത് വിടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്നു എന്ന് നിങ്ങൾ കരുതണ്ട, അങ്ങനെയല്ല. ഓക്കെ, നമ്മുടെ മനസ്സിൽ നമ്മൾ ക്ലീൻ ആക്കുകയാണ്, അത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ സമാധാനം നമ്മൾ കൊണ്ടുവരികയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ബി വില്ലിംഗ് ടു ഫോർഗിവ് എന്ന് പറയുന്നുണ്ട്. വിട്ട് കളയാൻ തയ്യാറാവുക, ഫോർഗിവ് ചെയ്യാൻ തയ്യാറാവുക. സോ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് ഞാൻ ഇത് കൂടുതൽ നീട്ടുന്നില്ല, ഇവിടെ ഒരാൾ റെസ്റ്റ്ലെസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.